അത്രയും പറയുന്നു. ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. RSSനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാൾ നല്ല ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. RSSനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസം. അപ്പം RSS ഇന്ന് ഇന്ത്യയിലെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് RSS അല്ലേ? അതെങ്കിലും അറിഞ്ഞൂടെ? RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികളാണല്ലോ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഭരണത്തെ നയിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായി അവരും കോർപ്പറേറ്റുകളും സഖ്യം ചേർന്ന് എല്ലാ നയരൂപീകരണങ്ങളും നടത്തുകയാണ്. അതിനെ ശക്തമായി എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത ഇന്ത്യയിൽ CPM ആണ്. മുന്നണിയാണ് കേരളത്തിൽ ഈ നിലപാടിനെ എല്ലാം എതിർക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെയും കണ്ട് ആ യാഥാർത്ഥ്യത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത്. ചെറിയൊരു പ്രശ്നത്തിലോ ഒരു ചെറിയ സ്ലിപ്പിലോ അതാണ് ഈ കേരളത്തിന്റെ എല്ലാ വിഷയവും എന്നുള്ള നിലയിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ വഴിതിരിച്ച് കൊണ്ടുപോകരുത്. എത്രയോ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ നാടിന് മുമ്പിലുണ്ട്. അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഉയർത്തുകയും അത്തരം പ്രശ്നങ്ങളിൽ എന്താ നിലപാട് എന്നുള്ളത് നിങ്ങൾ എന്താ ചോദിക്കാത്തത്? എത്ര ആളുകൾ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്, എത്ര ആളുകൾ ജോലി കിട്ടാത്തവരുണ്ട്, എത്ര കൃഷിക്കാർ ഉൽപ്പന്നങ്ങളുടെ വില കിട്ടാതെ നരകം. നിങ്ങൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലോ അതിനോട് നിങ്ങളുടെ നിലപാടെന്താ നിങ്ങൾ എന്നോട് ചോദിച്ചോ? നിങ്ങൾക്കൊരു ADGP, ഇതിലായിരിക്കണം മുഖ്യമായ ആലോചന. നിങ്ങളുടെയും എന്റെയും മുഖ്യമായ ആലോചന ഇത്തരം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതൊരു സൗഹൃദ സംഭാഷണമായിട്ട് കണക്കാക്കാം. മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തുന്നു എന്നതാണ്. മാത്രമല്ല അദ്ദേഹം തന്നെ ചില ഫോൺ ചോർത്തുന്നത് ഗവർണർ ഈ കാലത്ത് മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് ഫോൺ ചോർത്തൽ നിഗൂഢിച്ച പ്രവർത്തനമല്ലേ? അതിനോടെന്താ മുന്നണിയുടെ സമീപനം? ഫോൺ ചോർത്തതിനോട് ഒരു തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഫോൺ ചോർത്താൻ പാടില്ല എന്നാണ്. ആര് ചെയ്താലും തെറ്റാണത്. അൻവർ എഴുതി കൊടുത്ത ആരോപണത്തിൽ പറഞ്ഞ കുറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അന്വേഷിക്കാൻ പോകുന്നുണ്ട്. ഇനി അൻവർ ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ആരോപണം നിങ്ങൾക്ക് ആർക്കുണ്ടോ? നിങ്ങൾ എഴുതി കൊടുത്താൽ അതും അന്വേഷിക്കും. ഫോൺ ചോർത്തൽ നടപടിയോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും അന്വേഷിക്കും. അൻവർ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പോകും. അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്യും. നമുക്കത് എന്തായാലും നമ്മൾ വീണ്ടും നമ്മളെല്ലാവരും അല്ലേ അൻവർ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അൻവർ രേഖാമൂലം ഒരു പരാതി കൊടുക്കട്ടെ. അൻവർ നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാമർശവും ഇല്ല. ഇനി ശശിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ഉന്നയിക്കില്ല. അതിന്റെ ഒരു നല്ല ലക്ഷണമാണ്. ഒരു പ്രശ്നങ്ങൾ തുറന്ന് പറഞ്ഞു, അതിനെ മേലെ ഗവൺമെന്റ് അന്വേഷിക്കാം എന്നുള്ളത് പറഞ്ഞു. ഇനി അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് ഗവൺമെന്റിൽ എഴുതി സമർപ്പിക്കാം. അത്തരം ഒരു നിലപാട് എടുത്തിട്ട് പോലല്ലേ ശരി? നിങ്ങൾക്ക് തോന്നില്ലേ? നിങ്ങൾ ഈ അൻവറിനൊന്നും വെറുതെ കുഴപ്പത്തിലാക്കല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മുന്നണിയിൽ CPM മെമ്പറല്ല അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ നിലയിൽ ചില സ്വതന്ത്രമായ നിലപാട് അയാൾ എടുക്കുന്നുണ്ട്. അത് നോക്കാം നമുക്ക്. ഇപ്പൊ ഇത്രയും അത് നമുക്ക് പിന്നെ പറയാം. എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കിയിട്ടൊന്ന് ആലോചിച്ചിട്ട് പറയാം. നോക്കട്ടെ. നമ്മളെ ആലോചനയിലും എല്ലാ വിഷയവും നമുക്ക് അങ്ങനെ തുറന്നു പറയാനൊന്നും പറ്റില്ലല്ലോ. കുറച്ചൊക്കെ സ്വകാര്യത ഉണ്ടാകില്ലേ? അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നിടത്തോളം പറയാ. നിങ്ങളൊന്ന് സഹകരിക്കുക. കൂടുതൽ അപകടം പിടിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കാതിരിക്കുക. അല്ല, ചോദിക്കുന്നുണ്ട് ബുദ്ധിമുട്ട്. നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ നിയന്ത്രിക്കാൻ ഞാനില്ല. അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ചാൽ നിങ്ങൾ ഒരു ചോദ്യത്തിനോടും എനിക്ക് ഒരു പ്രയാസമില്ല, എനിക്കൊരു നിയന്ത്രണവുമില്ല. നിങ്ങൾ ചോദ്യം എനിക്ക് സ്വന്തമായ ചില നിയന്ത്രണങ്ങൾ എനിക്കുണ്ട്. അത്